ഞങ്ങൾ ഒരു ചപ്പാത്തി മേക്കർ വാങ്ങിച്ചതാണ് കേട്ടോ. അതുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് ചേട്ടായി കേട്ടോ. ചപ്പാത്തി പറത്തിയെടുക്കാനുള്ള മടി കൊണ്ടും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ, പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയത് തന്നെ എടുത്തപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി റേഷൻ കടയിലെ പൊടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു മയക്കുറവുണ്ടാവും. ആദ്യമേ ഞങ്ങൾ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചപ്പാത്തിയിൽ നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ കാണാം മൊത്തം പൊട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ പൊടിയൊന്നും ചേർത്തില്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പരത്തിയപ്പോൾ നമ്മൾ മേളിലും താഴെ നന്നായിട്ട് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പ്രസ് ചെയ്തു, അപ്പോഴും ഒട്ടിയിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അതിലേക്ക് ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് പരത്തിയത്. അന്നേരം ഏകദേശം ഒന്ന് ശരിയായി കിട്ടി കേട്ടോ. പക്ഷേ അതിന് വലിപ്പം കുറവാണ്. അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഇത് പൂരിക്ക് കൊള്ളാം, കാരണം പൂരിയുടെ വലിപ്പത്തിനായിട്ട് ഇത് കിട്ടുന്നുള്ളൂ. എന്താ പിന്നെ വലിപ്പത്തിൽ ചുടാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു ഉണ്ടയ്ക്ക് പകരം 2 ഉണ്ട വെച്ച് പരത്താമെന്ന് വെച്ചിട്ട് 2 ഉണ്ട എടുത്ത് വെച്ച് പരത്തിയപ്പോൾ ഇച്ചിരി കട്ടി കൂടി കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഉണ്ട വെച്ചിട്ട് തന്നെ ഞങ്ങൾ പ്രസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ചേട്ടൻ നല്ല ക്ഷമയോടെ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും കേട്ടോ, സംഭവം നമുക്ക് ഉപയോഗപ്രദമൊക്കെയാണ്, ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പരത്തന ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് ഉപയോഗിച്ച് ചിലപ്പോൾ അങ്ങ് ശരിയാവുമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നണം, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് നോക്കി കേട്ടോ. വീഡിയോയിൽ എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ കേട്ടോ. അപ്പോൾ അതിൽ കാണിച്ചേക്കണത് അവരിതുപോലെ പൊടിയൊക്കെ ഇട്ട് അവർ കുറേ പരീക്ഷണം നടത്തിയിട്ട് ഇതുപോലെ പരത്തി കിട്ടാഞ്ഞിട്ട് അവരിതുപോലെ എണ്ണ തടവി കൊടുത്തിട്ടാണ് അവർ പരത്തി എടുത്തേക്കണത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബാക്കി ഉണ്ടല്ല ഇതുപോലെ ഇടയ്ക്ക് എണ്ണയും തടവി കൊടുക്കുന്നുണ്ട്, പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലും വാങ്ങുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് പരത്തുകയെന്നുണ്ടെങ്കിൽ, മീൻസ് പരത്തുമല്ല പ്രസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ എണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഇത്തിരി പൊടിയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയത് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഉണ്ടകളെല്ലാം ഞങ്ങൾ അതുപോലെ പരത്തിയെടുത്ത് കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് അപ്പൂസ് സ്റ്റൂളിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചേട്ടയെ ഓരോന്ന് മാറ്റുമ്പം ഓരോ ഉണ്ടയിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. സംഭവം അവിടെ ചപ്പാത്തി പരത്താനൊക്കെയുള്ള പ്രയത്നത്തിൽ അവിടെ എല്ലാം പൊടിയൊക്കെ ആയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കാരണം എനിക്ക് ഇത്രയും ഒരു ഹെൽപ്പ് ചെയ്ത് കിട്ടുന്നില്ല, അതെനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. എനിക്ക് വലിയൊരു ഉപകാരം അതെ, കാരണം ഇത്ര പോലും ഒട്ടും സഹായിക്കാത്ത ഭർത്താക്കന്മാരും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചേട്ടൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്താൻ കയറിട്ടോ അങ്ങനെയൊക്കെ ഇതിൽ പൊടി ആയെങ്കിലോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ കയറുമ്പം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തതിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിലും ഒക്കെ ചേട്ടൻ തന്നെ അത് ക്ലീൻ ചെയ്യും കേട്ടോ. പാത്രങ്ങൾ വരെ കഴുകി വെച്ചത് ചേട്ടായി കുക്ക് ചെയ്യാൻ കയറിയ ഭാഗം മൊത്തം നീറ്റാക്കി കുക്കിങ്ങും കഴിഞ്ഞ് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് എനിക്ക് വേണ്ടി വേറെ പണി മാറ്റി വെക്കാതെയാണ് ചേട്ടായി കുക്കിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഞാൻ ആളെ പ്രത്യേകം ഞാൻ പൊക്കി പറഞ്ഞതല്ല, സ്വന്തമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ചേട്ടൻ കുക്കിങ് കയറുവാണെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് അടുപ്പിക്കത്തില്ല കേട്ടോ. കാരണം ഞാനും ചേട്ടൻ കുക്ക് ചെയ്യുന്ന രീതികൾ ചില സമയത്ത് രണ്ടാണ് കേട്ടോ. സ്വന്തം ഇഷ്ടത്തിന് സ്വാതന്ത്ര്യമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറയും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയും. അപ്പോഴും ഞാൻ ഫ്രീ ആയിരിക്കില്ല, എന്തെങ്കിലും ജോലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ജോലികൾ പോയി ചെയ്യും. അപ്പോൾ അതേ ഇവിടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ 2 പേർക്കും അതിൽ നിന്ന് പറഞ്ഞ് പറക്കെടുത്തിന് പോയി. അപ്പം അതിൽ നിന്ന് പറയണം അപ്പൂസ് എടുത്തിട്ട് പോന്നിട്ട് അത് മൂമിയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കളിക്കുകയാണ് കേട്ടോ. പരത്തലും അതിനകത്ത് ഓരോ ഷേപ്പാക്കലും ഒക്കെയുള്ള പരിപാടിയെ. വൈകിട്ടത്തേക്ക് അതുകൊണ്ട് ചപ്പാത്തിയും പോർക്ക് കൂർക്കിട്ടുള്ള കറിയായിരുന്നേ. അപ്പം പോർക്കും കൂർക്ക് വേവിച്ചതും ഒക്കെ സൺഡേയിലെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കറി വെച്ചേട്ടോ. പിന്നെ മാങ്ങക്കറിയും വെച്ചു. മാങ്ങക്കറി പിറ്റേ ദിവസത്തേക്ക്, അതായത് വെനസ്ഡേയിലേക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഉച്ചക്കത്തേക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ അത്ര പണി കുറഞ്ഞ് കിട്ടുമല്ലോ. ചോറും വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. പിന്നെ മീനും കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതെടുത്ത് വർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ രാവിലത്തേക്ക് ഇതൊക്കെ പണികളുള്ളത്. അങ്ങനത്തെ വൈകിട്ടത്തെ ഞങ്ങളെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് എല്ലാം നടക്കി വെച്ചേട്ടോ. മാങ്ങക്കറിയുടെ ചൂട് മാറുന്നത് കൊണ്ട് മാങ്ങക്കറി പകർത്തി വെച്ചില്ല കേട്ടോ. പിന്നെ വലിയ ചൂടില്ലാത്തത് കൊണ്ട് വലിയ പേടിക്കാനില്ല, വളിച്ച് പോവില്ല. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മേളിൽ നല്ല പണി നടക്കുകയാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കുന്ന നിന്നാൽ എനിക്ക് തന്നെ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വോയിസ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാമേ. അങ്ങനത്തെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അവിടെ കിച്ചണൊന്ന് ഒതുക്കിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.